കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് സെപ്റ്റംബർ ഇൻടേക്ക് വളരെ നിർണായകമാണ്. മിക്ക കനേഡിയൻ സർവകലാശാലകളും കോളേജുകളും തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ ഈ സമയത്താണ് ആരംഭിക്കുന്നത്. സാധാരണയായി സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ക്ലാസുകൾ തുടങ്ങും. ഈ ഇൻടേക്കിലേക്കുള്ള അപേക്ഷാ പ്രക്രിയ മത്സരാധിഷ്ഠിതവും ദൈർഘ്യമുള്ളതായതിനാൽ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് വളരെ പ്രധാനമാണ്. 2026 സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള അപേക്ഷകൾ 2025 ഒക്ടോബർ മുതൽ സർവകലാശാലകൾ സ്വീകരിച്ചു തുടങ്ങും. കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം അപേക്ഷകൾ ലഭിക്കുന്നതിനാൽ അപേക്ഷകർ നേരത്തെ തയ്യാറെടുക്കുകയും പ്രക്രിയയിൽ മുന്നിൽ നിൽക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്കവാറും എല്ലാ കോഴ്സുകളും ഈ സമയത്ത് ലഭ്യമാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം. ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പുകളും സാമ്പത്തിക സഹായവും ഈ സമയത്താണ് ലഭിക്കുന്നത്. ഈ സമയത്ത് ഇന്റേൺഷിപ്പുകളും കോപ്പ് പ്രോഗ്രാമുകളും തൊഴിലവസരങ്ങളും കൂടുതലായിരിക്കും. ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനും പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കാനും സഹായിക്കും. കാനഡയിലെ അധ്യയന വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ പഠന രീതികളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കും. ഓരോ യൂണിവേഴ്സിറ്റിക്കും കോഴ്സിനും വ്യത്യസ്ത യോഗ്യതാ മാനദണ്ഡങ്ങളുണ്ടാകാം. എങ്കിലും പൊതുവായി വേണ്ട യോഗ്യതകളുണ്ട്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സിനാണെങ്കിൽ 12ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് വേണം. ബാച്ചിലേഴ്സ് ഡിഗ്രി കോഴ്സിനാണെങ്കിൽ 12ാം ക്ലാസ്സിൽ 65 മുതൽ 70% വരെ മാർക്ക് വേണം. അതുമാത്രമല്ല IELTS പരീക്ഷകൾ മൊത്തത്തിൽ 6.5 ബാൻഡ് വേണം. ഓരോ മോഡ്യൂളിലും 6 ബാൻഡെങ്കിലും ഉണ്ടായിരിക്കണം. മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സിനാണെങ്കിൽ 3 മുതൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. IELTS പരീക്ഷയിൽ മൊത്തത്തിൽ 6.5 ബാൻഡ്സ് വേണം. ഓരോ മോഡ്യൂളിലും 6 ബാൻഡെങ്കിലും ഉണ്ടായിരിക്കണം. ചില കോഴ്സുകൾക്ക് GMAT അല്ലെങ്കിൽ GRE സ്കോറുകൾ ആവശ്യമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻഡോ, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, യൂണിവേഴ്സിറ്റി ഓഫ് വാട്ടർലൂ, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട, മാക്ഗിൽ യൂണിവേഴ്സിറ്റി എന്നിവയാണ് സെപ്റ്റംബർ ഇൻടേക്കിനുള്ള പ്രധാന യൂണിവേഴ്സിറ്റികൾ. ഇനി സെപ്റ്റംബർ 2026 അപേക്ഷ എങ്ങനെ നൽകാം, അതിനുള്ള സമയക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ അക്കാദമിക് ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായ സർവകലാശാലകളെയും പ്രോഗ്രാമുകളെയും കുറിച്ച് വിശദമായി ഗവേഷണം നടത്തുക. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാപനങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. കോഴ്സ് വിവരങ്ങൾ, സൗകര്യങ്ങൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ അവരുടെ അഡ്മിഷൻ ബ്രോഷറുകൾ ഡൗൺലോഡ് ചെയ്യുക. മെയ് മുതൽ സെപ്റ്റംബർ വരെ IELTS അല്ലെങ്കിൽ TOEFL പോലുള്ള ആവശ്യമായ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾക്കായി രജിസ്റ്റർ ചെയ്യുകയും അവ പൂർത്തിയാക്കുകയും ചെയ്യുക. ചില പ്രോഗ്രാമുകൾക്ക് GRE അല്ലെങ്കിൽ GMAT സ്കോറുകളും ആവശ്യമായി വന്നേക്കാം. ഈ കാലയളവിൽ ഈ പരീക്ഷകൾ എഴുതുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും സ്കോർ റിപ്പോർട്ടുകൾ തയ്യാറാക്കി വെക്കുകയും ചെയ്യുക. ഒക്ടോബർ 2025 ജനുവരി വരെ ടെസ്റ്റ് സ്കോറുകളും മറ്റ് ആവശ്യമായ രേഖകളും ലഭിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന് അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കാൻ ആരംഭിക്കുക. അധ്യാപകരിൽ നിന്നോ പ്രൊഫസർമാരിൽ നിന്നോ ശുപാർശ കത്തുകൾ ശേഖരിക്കുക. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, പ്രവേശന ഉപന്യാസങ്ങൾ എന്നിവ തയ്യാറാക്കുക. ജനുവരി മുതൽ മാർച്ച് വരെ അപേക്ഷകൾ സമർപ്പിച്ച ശേഷം സർവകലാശാലകളിൽ നിന്നുള്ള അപ്ഡേറ്റുകൾക്കായി നിങ്ങളുടെ ഇമെയിൽ എപ്പോഴും പരിശോധിക്കുക. ചില സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായി അഭിമുഖങ്ങൾ ഷെഡ്യൂൾ ചെയ്തേക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഔദ്യോഗിക ഓഫർ കത്ത് ലഭിക്കും. ഫെബ്രുവരി മുതൽ മെയ് വരെ ട്യൂഷൻ ഫീസിനും ജീവിതച്ചെലവിനുമുള്ള പണം ക്രമീകരിക്കുക. കാനഡയിലെ വിദ്യാർത്ഥികളുടെ താമസ സൗകര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. കനേഡിയൻ സ്റ്റുഡൻറ് വിസയ്ക്കുള്ള പേപ്പർ വർക്കുകൾ ആരംഭിക്കുക. എല്ലാ ആവശ്യകതകളും നിങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വിസ അംഗീകരിച്ചു കഴിഞ്ഞാൽ കാനഡയിലേക്കുള്ള നിങ്ങളുടെ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അപേക്ഷാ തീയതികളും ആവശ്യകതകളും വ്യത്യസ്തമായിരിക്കും. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിക്കുക. നേരത്തെ തയ്യാറെടുക്കുന്നത് അഡ്മിഷൻ ലഭിക്കാനും സ്കോളർഷിപ്പുകൾ നേടാനും ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും സഹായിക്കും. സെപ്റ്റംബർ 2026 ഇൻടേക്ക് കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല അവസരമാണ്. ഇത് കൂടുതൽ സാധ്യതകളും അക്കാദമിക് കരിയർ വിജയത്തിനുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നു.